Hi everyone. ഇന്ന് നമുക്ക് DHA pharmacist examന്റെ കുറച്ച് recent questions discuss ചെയ്യാം. Okay? So first question, a patient is taking a drug that is primarily metabolized by the cytochrome P450 enzyme. If a cytochrome P450 enzyme inducer is co-administered, what will most likely happen to the drug's plasma concentration and effect? Option A, plasma concentration decreases and therapeutic effect reduced. Option B, plasma concentration increases and risk of toxicity. C, plasma concentration unchanged, no effect. D, drug become inactive immediately. So, നമുക്കിപ്പോൾ ഈ സൈറ്റോക്രോം P450 എൻസൈം ഇൻഡ്യൂസേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഡ്രഗിന്റെ എഫക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, plasma concentration decreases and therapeutic effect is reduced. അതെന്തുകൊണ്ടാണ്? ഈ സൈറ്റോക്രോം P450 എൻസൈം ഇൻഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു എൻസൈമിന്റെ മെറ്റബോളിസം ഡ്രഗിന്റെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെറ്റബോളിസം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഡ്രഗ് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ആയി പോവും. ഡ്രഗിന്റെ ആ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് അവിടെ റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എൻസൈം ഇൻഡ്യൂസേഴ്സ്, നമുക്കിപ്പോൾ എൻസൈം ഇൻഡ്യൂസേഴ്സിന്റെ എക്സാമ്പിൾസ് വരുന്നത് ഫെനിറ്റോയിൻ, റിഫാംബിസിൻ, കാർബമസിപ്പിൻ, ഇതൊക്കെ ഈ ഒരു എൻസൈം ഇൻഡ്യൂസേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഈ ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഒപ്പം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെറ്റബോളിസം ഇൻക്രീസ് ചെയ്ത് ആ ഒരു ഡ്രഗ് പ്ലാസ്മ കോൺസെൻട്രേഷൻ റെഡ്യൂസ് ആവും, അവിടെ തെറാപ്യൂട്ടിക് എഫക്റ്റും റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി പ്ലാസ്മ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് ആൻഡ് റിസ്ക് ഓഫ് ടോക്സിസിറ്റി എന്ന് പറയുന്നത് എന്തെടുക്കുമ്പോഴായിരിക്കും? എൻസൈം ഇൻഹിബിറ്റേഴ്സ്, സൈറ്റോക്രോം P450 എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു മെറ്റബോളിസം റെഡ്യൂസ് ആയി പ്ലാസ്മ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും, അവിടെ ടോക്സിസിറ്റി റിസ്ക്കും വരാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് എൻസൈം ഇൻഡ്യൂസേഴ്സിനെയാണ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. സോ ആൻസർ ഈസ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഡിക്രീസസ് ആൻഡ് തെറാപ്യൂട്ടിക് എഫക്ട് ഈസ് റെഡ്യൂസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹോത്തോൺ എഫക്ട് റെഫേഴ്സ് ടു എ, participant changing their behavior because they know they are being observed. B, researchers unintentionally influencing outcome due to personal expectations. C, random variation in study outcomes due to chance. D, bias introduced when participants drop out of a study. So Hawthorne effect എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ എ, ഈ ഹോത്തോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പാർട്ടിസിപ്പൻസിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ബിഹേവിയറിൽ തൽക്കാലത്തേക്ക് ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് നമ്മൾ ഹോത്തോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അതൊരു ബിഹേവിയറൽ ബയാസ് ആണ്, അല്ലെങ്കിൽ പെർഫോമൻസ് ബയാസ് ആണ്. ഈ സ്റ്റഡി ഡിസൈൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റഡി റിസൾട്ടിനെ അത് ബാധിക്കും. അപ്പോൾ നമ്മുടെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ അത് ആ ഒരു പെർഫോമൻസ് ബയാസ് ആണ്. അത് ആ ഒരു ബിഹേവിയറിൽ തൽക്കാലത്തേക്ക് വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഹോത്തോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് മേജർ ഹിസ്റ്റോകോമ്പാറ്റബിലിറ്റി MHC? Option A, MHC 1 on virus infected cells and CD4 on helper T cell. B, MHC 1 on virus affected cell and CD8 on cytotoxic T cell. C, MHC 2 on virus infected cell and CD8 on cytotoxic T cell. D, MHC 2 on virus infected cell and CD4 on cytotoxic T cell. So major histocompatibility കോംപ്ലക്സിന് റിലേറ്റ് ചെയ്ത് വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു MHC മേജർ ഹിസ്റ്റോകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഒരു ക്രൂഷ്യൽ പാർട്ടാണ്. ഇത് തന്നെ MHC തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്, MHC ക്ലാസ് 1, MHC ക്ലാസ് 2. MHC ക്ലാസ് 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ഓൺ ഓൾ ന്യൂക്ലിയേറ്റഡ് സെൽസ് ഇൻക്ലൂഡിംഗ് വൈറസ് ഇൻഫെക്റ്റഡ് സെൽ. പ്രസന്റ് എൻഡോജീനിയസ് ആന്റിജൻ ആണ് ഇതിൽ പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ CD8 സൈറ്റോടോക്സിക് T സെൽ. CD8 ഓൺ സൈറ്റോടോക്സിക് T സെൽസ് ആണ് ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഈ T സെൽസ് വൈറസിനെ അതേപോലെ തന്നെ ക്യാൻസറസ് സെൽസിനൊക്കെ കില്ല് ചെയ്യും. അതാണ് MHC ക്ലാസ് 1. ക്ലാസ് 1 എന്ന് പറയുന്നത് CD8 സൈറ്റോടോക്സിക് T സെൽസ് ആണത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇനി MHC ക്ലാസ് 2 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫൗണ്ട് ഓൺ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ലൈക്ക് മാക്രോഫേജസ്, ഡെൻഡ്രിറ്റിക് സെൽസ് ആൻഡ് B സെൽസ്, ആൻഡ് ഇറ്റ് പ്രസന്റ്സ് എക്സോജീനിയസ് ആന്റിജൻസ് ആൻഡ് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ CD4
പ്ലസ് ഹെൽപ്പർ T സെൽ, CD4 പ്ലസ് ഹെൽപ്പർ T സെൽസ് ആണ് ഈ ഒരു MHC ക്ലാസ് 2നെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ആൻഡ് ദീസ് T സെൽ കോർഡിനേറ്റ് ദി ഇമ്മ്യൂൺ റെസ്പോൺസ്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് MHC ഓൺ വൈറസ് ഇൻഫെക്റ്റഡ് സെൽ ആൻഡ് CD4 ഓൺ ഹെൽപ്പർ T സെൽ. ഈ CD4 എന്ന് പറയുന്നത് MHC 2നെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ എ കറക്റ്റ് അല്ല. MHC 1 ഓൺ വൈറസ് ഇൻഫെക്റ്റഡ് സെൽ ആൻഡ് CD8 ഓൺ സൈറ്റോടോക്സിക് T സെൽ. ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ MHC 2 ഓൺ വൈറസ് ഇൻഫെക്റ്റഡ് സെൽ ആൻഡ് CD8 ഓൺ സൈറ്റോടോക്സിക് സെൽ T സെൽ. ഇവിടെ MHC 2 എന്ന് പറയുന്നത് CD8 അല്ല, CD4 ആണ് വരിക. അപ്പൊ ഈ സി സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. പിന്നെ MHC 2 ഓൺ വൈറസ് ഇൻഫെക്റ്റഡ് സെൽ ആൻഡ് CD4 ഓൺ സൈറ്റോടോക്സിക് T സെൽ. CD4 ഹെൽപ്പർ T സെൽ ആണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, സൈറ്റോടോക്സിക് T സെൽ അല്ല. സോ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, MHC 1 ഓൺ വൈറസ് ഇൻഫെക്റ്റഡ് സെൽ ആൻഡ് CD8 ഓൺ സൈറ്റോടോക്സിക് T സെൽ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. Next question, a 55-year-old woman present with the symptoms of Helicobacter pylori infection. She was previously treated with the classical amoxicillin, clarithromycin and omeprazole regimen. The physician is unable to obtain susceptibility testing for Helicobacter pylori, but the pattern of local antimicrobial resistance to penicillin is well known. What would be the optimal treatment for her? Okay, so patient Helicobacter pylori infection ഉള്ളതാണ്, H. pylori infection ഉണ്ട്, ക്ലാസിക്കൽ ട്രിപ്പിൾ തെറാപ്പി, അതായത് അമോക്സിസിലിൻ, ക്ലാരിത്രോമൈസിൻ, ഒമിപ്രസോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതാണ്. പിന്നെ അതേപോലെ തന്നെ അത് പ്രോപ്പർ ആ ഒരു ക്യൂർ വന്നിട്ടില്ല. പിന്നെ അവിടെ ആ ഒരു പേഷ്യന്റിന് പെനിസിലിൻ അലർജി കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഏതാണ് ബെറ്റർ ആയിട്ട് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അമോക്സിസിലിൻ, ക്ലാരിത്രോമൈസിൻ, മെട്രോണിഡസോൾ പ്ലസ് ഒമിപ്രസോൾ ഫോർ 14 days. ബി അമോക്സിസിലിൻ, ക്ലാരിത്രോമൈസിൻ, മെട്രോണിഡസോൾ പ്ലസ് ഒമിപ്രസോൾ. ഇത് രണ്ടും സെയിം ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബിസ്മിത്ത് സബ്സാലിസിലേറ്റ് ആൻഡ് ടെട്രാസൈക്ലിൻ പ്ലസ് മെട്രോണിഡസോൾ ആൻഡ് ഒമിപ്രസോൾ. ഓപ്ഷൻ ഡി ബിസ്മിത്ത് സബ്സാലിസിലേറ്റ് ആൻഡ് ഡോക്സിസൈക്ലിൻ പ്ലസ് മെട്രോണിഡസോൾ ആൻഡ് ഒമിപ്രസോൾ. അപ്പൊ ഇതിൽ നമുക്ക് ആ ഒരു പേഷ്യന്റിന് ഓൾറെഡി ട്രിപ്പിൾ തെറാപ്പി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാഡ്രൂപ്പിൾ തെറാപ്പിയാണ് പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ പേഷ്യന്റിന് പെനിസിലിൻ അലർജി ഉള്ളത് കൊണ്ട് നമുക്ക് അമോക്സിസിലിൻ കണ്ടെയ്നിങ് ഡ്രഗ് റെജിമെൻ നമുക്ക് ആ പേഷ്യന്റിൽ ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ട്രിപ്പിൾ തെറാപ്പിയിൽ നമുക്ക് ബിസ്മിത്ത് സബ്സാലിസിലേറ്റ്, ടെട്രാസൈക്ലിൻ, മെട്രോണിഡസോൾ, ഒമിപ്രസോൾ ഫോർ 14 days ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ടെട്രാസൈക്ലിൻ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഡോക്സിസൈക്ലിൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ടെട്രാസൈക്ലിൻസ് ആണ് എടുക്കുന്നുണ്ടായിരിക്കുക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബിസ്മിത്ത് സബ്സാലിസിലേറ്റ്, ടെട്രാസൈക്ലിൻ പ്ലസ് മെട്രോണിഡസോൾ ആൻഡ് omeprazole. Okay. Next question. A pharmacist is analyzing an unknown plant extract. On performing drag and drop test, a reddish orange precipitate is obtained. This indicates the presence of which type of compound? A. Amino acid, B. Carbohydrates, C. Alkaloids, D. Lipids. So, നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്ത് റെഡിഷ് ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഏത് പ്ലാൻ എക്സ്ട്രാക്ട്, ഏത് ഫൈറ്റോകെമിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ആൽക്കലോയിഡ്സ്. ആൽക്കലോയിഡ്സിന്റെ ആ ഒരു ടെസ്റ്റ് ആണ് ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കതിൽ റിയേജന്റ് ആയിട്ട് ബിസ്മിത്ത് സബ്നൈട്രേറ്റും അതേപോലെ തന്നെ പൊട്ടാസ്യം അയഡൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് അവിടെ ആ ഒരു പോസിറ്റീവ് ആണ്, റിസൾട്ട് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിഷ് ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ആൽക്കലോയിഡ്സ് ആണ്. Next question. The graph represents a quantal dose response curve of a drug. What is the median lethal dose of the drug? So നമുക്ക് LD50 ആണ് കണ്ടുപിടിക്കേണ്ടത്. LD50 എന്ന് പറയുമ്പോൾ 50% ഓഫ് പോപ്പുലേഷനെ കില്ല് ചെയ്യാൻ എടുക്കുന്ന ലീതൽ ആയിട്ടുള്ള ഡോസ് ആണ് ഈ LD50 എന്ന് പറയുന്നത്. അപ്പൊ ഈ 50% ഓഫ് പോപ്പുലേഷന്റെ കറസ്പോണ്ടിങ് ഡോസ് ആണ് ഈ LD50. അപ്പൊ നമുക്ക് ഇവിടെ ഈ 50%നോട് കറസ്പോണ്ടിങ് വന്നിട്ടുള്ള ഡോസ് ഏതാണോ അതാണ് നമുക്ക് LD50 ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മീഡിയൻ ലീതൽ ഡോസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി 20 ആണ് വാല്യൂ വരുന്നത്. അപ്പൊ എപ്പോഴും 50%നോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കണം, ഏതാണ് ഡോസ് എന്നുള്ളത്, അതായിരിക്കും LD50 ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ. Next question. Thalidomide exists in 2 stereoisomeric forms. One isomer is effective as an immunomodulatory agent while the other is teratogenic. What is the correct stereochemical relationship between these two forms? Epimers,
ഐസോമേഴ്സ്, എപ്പിമേഴ്സ്, ഇനാൻഷ്യോമേഴ്സ്, ഡയസ്റ്റീരിയോമേഴ്സ്. സോ ഈ താലിഡോമൈഡ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞതുപോലെ 2 സ്റ്റീരിയോ ഐസോമറിക് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. R ഫോമും ഉണ്ട്, അതേപോലെ തന്നെ S ഫോമും ഉണ്ട്. R ഫോം ആണ് ഈ ഒരു തെറാപ്യൂട്ടിക് എഫക്ട്, ഇമ്മ്യൂണോമോഡുലേറ്ററി എഫക്ട് തരുന്നത്. S ഫോം എന്ന് പറയുന്നത് ടെറാറ്റോജനിക് എഫക്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ലിംബ് ഡിഫോമിറ്റീസ് ഒക്കെ കോസ് ചെയ്യുന്നത് ഈ ഒരു S ഫോം ഓഫ് താലിഡോമൈഡ് ആണ്. അപ്പൊ ഇവരെന്ന് പറയുന്നത് എന്താണ്? ദേ ആർ എനാൻഷ്യോമേഴ്സ്. എനാൻഷ്യോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസിനെയാണ് നമ്മൾ ഇനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്നത്. സോ താലിഡോമൈഡ് എന്ന് പറയുന്നത് അത് R and S ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഇനാൻഷ്യോമേഴ്സ്, നോൺ സൂപ്പർ ഇമ്പോസിബിൾ mirror images. Okay. Next question, a 35-year-old woman present with complaints of fatigue, weight gain, dry skin and constipation for past 3 months. On examination, her pulse is 58 and she has periorbital puffiness. Laboratory tests show TSH is 12 and free T4 is low. So TSH level കൂടുതലും T4 level കുറവുമാണ്. She is otherwise healthy and not pregnant. Which of the following is the drug of choice for her condition? Levothyroxine, leothyronine, methimazole, propylthiouracil. ഇത്രയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫട്ടീഗ്, വെയിറ്റ് ഗെയിൻ, ഡ്രൈ സ്കിൻ, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സിംറ്റംസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പേഷ്യന്റിന് ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷനാണ്. ലാബ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. TSH കൂടുതലും T4 കുറവുമാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് കൺഫേം ചെയ്യാം പേഷ്യന്റിന് ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷനാണ്. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ലീവോതൈറോക്സിൻ ആണ് നമുക്ക് ഡ്രഗ് ഓഫ് ചോയ്സ് വരുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ആൻഡ് സേഫസ്റ്റ് തെറാപ്പി ഫോർ ഹൈപ്പോതൈറോയിഡിസം. അപ്പൊ ഈ ഒരു ലീവോതൈറോക്സിൻ എന്ന് പറയുന്നത് സിന്തറ്റിക് ഫോം ഓഫ് T4 ആണ്. തൈറോക്സിന്റെ സിന്തറ്റിക് ഫോം ആണ് ലീവോതൈറോക്സിൻ എന്ന് പറയുന്നത്. അത് ബോഡിയിൽ നിന്ന് T3 ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലീവോതൈറോക്സിൻ ആണ്. ഇനി ലിയോതൈറോണിൻ എന്ന് പറയുന്നത് T3ന്റെ സിന്തറ്റിക് ഫോം ആണ്. അതിന് ഷോർട്ട് ഹാഫ് ലൈഫ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ റൊട്ടീൻലി യൂസ് ചെയ്യുന്നതല്ല. പിന്നെ മെത്തിമസോള്, പ്രൊപ്പൈൽതയോറാസിൽ, ഇത് രണ്ടും ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ട്രീറ്റ്മെന്റ് ആണ്, ഡ്രഗ് ആണ്. അത് നമുക്കിവിടെ ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷൻ ആണ് പേഷ്യന്റിനുള്ളത്. അപ്പോൾ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ലീവോതൈറോക്സിൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യന്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് അട്രോപ്പിൻ 1%, E is equal to P value is 0.13 in purified water and normal saline up to 60 ml. What is the amount of NaCl required to make it as an isotonic solution? അപ്പൊ നമുക്ക് ഇവിടെ എത്ര എമൗണ്ട് ഓഫ് സോഡിയം ക്ലോറൈഡ് വേണം ഐസോട്ടോണിക് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ അതില് ഡ്രഗ് തന്നിട്ടുണ്ട്, അട്രോപ്പിൻ ആണ്. അതിന്റെ ഇ വാല്യൂ തന്നിട്ടുണ്ട് 0.13. ആ ഒരു വോളിയം എന്ന് പറയുന്നത് 60 ml ആണ്. അപ്പൊ ഈ ഐസോട്ടോണിക് സൊല്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഈ സോഡിയം ക്ലോറൈഡ് ഇക്വാലന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, ഇ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ സൊല്യൂഷന്റെ വോളിയം പറയുന്നത് 60 ml ആണ്. അപ്പൊ ആ ഒരു 60 ml ആണ് വോളിയം. പിന്നെ അട്രോപ്പിൻ എന്ന് പറയുന്നത് 1% ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ 1% എന്ന് പറയുമ്പോൾ നമുക്ക് അത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? 1% എന്ന് പറയുന്നത് എന്താണ്? 1 gram in 100 ml ആണ്. 1 gram in 100 ml ആണ് ഈ 1% എന്ന് പറയുന്നത്. അപ്പൊ 100 ml 1 gram ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സൊല്യൂഷൻ വോളിയം വരുന്നത് 60 ml ആണ്. അപ്പൊ 60 ml എത്ര ഗ്രാം ആണ് പ്രസന്റ് ആയിട്ടുള്ളത്, അട്രോപ്പിൻ എത്ര ഗ്രാം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 1 gram in 100 ml അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കാം. H gram in 60 ml. 60 ml എത്ര ഗ്രാം ഉണ്ടായിരിക്കും എന്നുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 1 into 60 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നമുക്ക് 0.16 ഗ്രാം അട്രോപ്പിൻ ആണ്. അപ്പൊ 60 ml 0.6 ഗ്രാം അട്രോപ്പിൻ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കുന്നത് കാൽക്കുലേറ്റ് സോഡിയം ക്ലോറൈഡ് ഇക്വാലന്റ് ടു അട്രോപ്പിൻ യൂസിൻ ഇ വാല്യൂ. ഇ വാല്യൂ തന്നിട്ടുണ്ട് 0.13 ആണ് ഇ വാല്യൂ. ആ ഇ വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് സോഡിയം ക്ലോറൈഡ് ഇക്വാലന്റ്, അട്രോപ്പിനോട് ഇക്വാലന്റ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് ലെവൽ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ഇക്വാലന്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഡ്രഗ് ഇൻറ്റു ഇ വാല്യൂ. വെയിറ്റ് ഓഫ് ദ ഡ്രഗ് നമ്മൾ ഓൾറെഡി ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ 0.6 ഇൻറ്റു 0.13 ആണ് ഇ വാല്യൂ. അപ്പൊ 0.6 ഇൻറ്റു 0.13 ഈസ് ഈക്വൽ ടു 0.078 ഗ്രാം
സോഡിയം ക്ലോറൈഡ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ഇക്വാലന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.078 ഗ്രാം ആണ്. ഇനി ഫോർത്ത് സ്റ്റെപ്പ് വരുന്നത് കാൽക്കുലേറ്റ് ടോട്ടൽ സോഡിയം ക്ലോറൈഡ് നീഡഡ് ഫോർ ഐസോട്ടോണിസിറ്റി ഇൻ 60 ml. അപ്പോൾ ഒരു ഐസോട്ടോണിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ സോഡിയം ക്ലോറൈഡ് എത്രയാണെന്നുള്ളത് ഇനി കണ്ടുപിടിക്കണം. ഈ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് 0.9% സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പൊ 0.9% എന്ന് പറയുമ്പോൾ അഗെയിൻ നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.9 ഗ്രാം ഇൻ 100 ml. അപ്പൊ നമുക്കിനി ഇവിടെ അറിയേണ്ടത് 60 ml കാര്യമാണ്. അപ്പൊ 60 ml എത്ര ഗ്രാം ആണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 0.9 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ 0.54 ഗ്രാം സോഡിയം ക്ലോറൈഡ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ടോട്ടൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് 0.54 ഗ്രാം ആണ്. ഇനി നമുക്ക് ഒരു ടോട്ടലിൽ നിന്ന് എത്ര സോഡിയം ക്ലോറൈഡ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടലിൽ നിന്ന് സോഡിയം ക്ലോറൈഡ് ഇക്വാലന്റ് വാല്യൂ മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഈ ടോട്ടൽ ആണ് നമുക്ക് ഇവിടെ 0.54 കിട്ടിയിട്ടുള്ളത്. സോഡിയം ക്ലോറൈഡ് ഇക്വാലന്റ് വാല്യൂ ആണ് നമുക്ക് 0.078 കിട്ടിയിട്ടുള്ളത്. അപ്പൊ 0.54 മൈനസ് 0.078 ചെയ്താൽ നമുക്ക് എത്ര സോഡിയം ക്ലോറൈഡ് ഇനി ആഡ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 0.462 ഗ്രാം സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പൊ നമുക്കിത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ 60 ml എത്ര എമൗണ്ട് ഓഫ് അട്രോപ്പിൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അത് 1% എന്ന് പറയുമ്പോൾ 1 ഗ്രാം ഇൻ 100 ml ആണ്. അപ്പൊ 60 ml എത്രയാണെന്നുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ഇക്വാലന്റ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ വാല്യൂ യൂസ് ചെയ്തിട്ട് സോഡിയം ക്ലോറൈഡ് ഇക്വാലന്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ഡ്രഗ്, ഇവിടെ അട്രോപ്പിൻ ആണ്, വെയിറ്റ് ഓഫ് അട്രോപ്പിൻ ഇൻറ്റു ഈ വാല്യൂ ചെയ്താൽ നമുക്ക് സോഡിയം ക്ലോറൈഡ് ഇക്വാലന്റ് വാല്യൂ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ സോഡിയം ക്ലോറൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ഒരു ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 0.9% ആണ്. അപ്പൊ 0.9 ഗ്രാം ഇൻ 100 ml. അപ്പൊ 60 ml എത്ര ഗ്രാം ആണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ അത് നമുക്ക് 0.54 കിട്ടി. ഇനി ലാസ്റ്റ് ടോട്ടൽ സോഡിയം ക്ലോറൈഡിൽ നിന്ന് ഇക്വാലന്റ് സോഡിയം ക്ലോറൈഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി എത്ര സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 0.462 ഗ്രാം സോഡിയം ക്ലോറൈഡ്. അപ്പൊ നമുക്കിനി 0.462 ഗ്രാം സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യണം ആ ഒരു സൊല്യൂഷൻ ഐസോട്ടോണിക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ വരുന്നത്. പോലെയുള്ള റീസെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് ഒക്കെ നമ്മുടെ കോച്ചിങ്ങിൽ അവൈലബിൾ ആണ്. അപ്പോൾ കോച്ചിങ്ങിനെ പറ്റി മറ്റ് ഡാറ്റ ഫ്ലോ റിലേറ്റഡ് ക്വറീസിനായിട്ട് പ്ലീസ് ഡു കോൺടാക്ട് സി മെരിടെക് ഓൺലൈൻ അക്കാദമി. താങ്ക് യു.